ഓയ്യോ ഓയ്യോ അച്ചോ അച്ചോ. അതെ, ഞാൻ ഇന്നലെ ഇവരുടെ വീഡിയോ ഇട്ടപ്പോ ഉണ്ടല്ലോ, ഞാൻ ഒരാളെ മാത്രം കാണിച്ചോണ്ടാ വീഡിയോ ഇട്ടത്. അപ്പൊ അന്നേരം എന്നോട് എല്ലാരും വന്നു ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തേ? അവക്ക് ഭയങ്കര സങ്കടമായിരുന്നല്ലോ ആ വീഡിയോയില്, നിങ്ങൾ രണ്ടുപേരെയും കാണിച്ചോണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നേ. അപ്പൊ ഞാൻ രണ്ടുപേരെയും പറഞ്ഞ് സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അന്ന് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ, ഈ ഇരിക്കുന്ന മുതല് ഭയങ്കര പിരി, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടോ പിരി കയറുന്നത് കണ്ടോ? ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇതുപോലെ പിരിവെട്ട രണ്ടെണ്ണങ്ങള് ഇങ്ങോട്ട് വിളിച്ച അതുങ്ങൾ അങ്ങോട്ട് പോവേ. പിന്നെ ഇവർക്കുണ്ടല്ലോ ഇവിടെ വന്നപ്പോ ഒരു അമ്മച്ചിയെ കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡാഷ ഇവിടെ അമ്മച്ചി. ഇത് ഡാഷ് അല്ല കേട്ടോ. ഇവരുടെ കൂടിനടുത്ത് തന്നെ ഒരു ചിപ്പിപ്പാറയുടെ ഒരു അമ്മച്ചിയും കൂടെ ഉണ്ട്. ആ അമ്മച്ചിയെ ഇവളുമാരുടെ പിരിയൊക്കെ കാണിച്ച് കൊഞ്ചി കൊഞ്ചി അങ്ങോട്ട് ആ അമ്മച്ചി അങ്ങ് വീഴ്ത്തി. അപ്പൊ ഉണ്ടല്ലോ ആ അമ്മച്ചി നേരത്തെ പ്രസവിച്ചായിരുന്നു. അപ്പൊ ആ അമ്മച്ചി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ മോള് വേറൊരു വീട്ടിൽ പോയേക്കുന്നു. അമ്മച്ചി ആ സങ്കടത്തിൽ ഇരുന്നപ്പോഴാണ് ഈ രണ്ട് മുതലിനെ അമ്മച്ചിക്ക് കിട്ടിയത്. അപ്പൊ ഉണ്ടല്ലോ ഇതുങ്ങൾക്ക് ഇങ്ക് വേണം, ഇച്ചിരി ഇങ്ക് കൊതിയന്മാരാണ്. അമ്മച്ചി കൊടുക്കാനും റെഡിയാണ്. അങ്ങനെ നൈസായിട്ട് പോയി ഞങ്ങളൊക്കെ കാണാതെ പാത്ത് പോവുകയൊക്കെ ചെയ്യും ഇങ്ക് കുടിക്കാൻ വേണ്ടി. അമ്മച്ചി പാവാണ്, അമ്മച്ചി സ്വന്തം മോളായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇതുങ്ങൾ അങ്ങനൊന്നും അല്ല കേട്ടോ. അമ്മച്ചിക്ക് ചോറ് കൊടുക്കുമ്പോ ഉണ്ടല്ലോ ഇതുങ്ങൾ നൈസായിട്ട് പോയിട്ട് അമ്മച്ചിയെ തട്ടി മാറ്റിയെടുത്ത് തിന്നുവേ. ഈ മക്കളുമാരെന്തായാലും കുരുത്തക്കേട് കാണിച്ചാണല്ലോ ഈ അമ്മച്ചി അങ്ങ് വയലന്റ് ആവേ. അമ്മച്ചിയുടെ ഭാഷയിലായിട്ട് ഏതൊക്കെ കാ കൂക്കി എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാവേ. അന്നാലും ഇതൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത രണ്ടെണ്ണം കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലയോ കാണിക്കുന്ന വേല. പിന്നെ ഉണ്ടല്ലോ ഞാൻ ചെറുപ്പന്മാരെന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ ഉറക്കന്മാരാണാന്നേ. അല്ല കേട്ടോ, രണ്ട് പെൺപിള്ളാരാണ്. അതുപോലെ തന്നെ നമ്മള് രാവിലെ ഉറക്കം എണ്ണീര് കഥക് തുറന്നുണ്ടല്ലോ ഇവന്മാർ അലാറം വെക്കുന്നതല്ല കാ കൂക്കി ഒറ്റ അലയാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ ചിപ്പിപ്പാറ അമ്മച്ചിക്ക് അങ്ങ് ദേഷ്യം വരും. അതിൽ ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ അപ്പുറത്തെ കൂട്ടിൽ നിന്ന് ഇപ്പുറത്തെ കൂട്ടിലോട്ട് കൈ പോകുന്ന ഒരു അടി ഇടിയൊക്കെ കിട്ടുന്നതൊക്കെ കാണാം. അന്നേരം ഒന്ന് സൈലന്റ് ആവും. പിന്നെ ആ അമറ് കേട്ട ആർക്കായാലും ദേഷ്യം വരും. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഉണ്ടല്ലോ ഇതുപോലെ ഡാഷിനെ സ്നേഹിക്കുന്നവരെ എന്റെ ഈ വീഡിയോ അടിയിൽ ഒരു കമന്റ് ഇട്ടേക്കണേ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഡാഷ് ഉണ്ടെങ്കിൽ അതുങ്ങളുടെ ഫോട്ടോയും കൂടെ ഈ കമന്റിനകത്തൊന്ന് ഇട്ടേക്കണേ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഡാഷ് ഇങ്ങനത്തെ ആൾക്കാരെ ഉള്ളോന്ന്. അല്ല കേട്ടോ, ഡാഷിനകത്തിൽ ഇച്ചിരി സൗന്ദര്യം കൂടിയ നമ്മുടെ മിസ് വേൾഡും ഒക്കെ ഉണ്ട്. ഈ ഹെയർ ഉള്ള ഡാഷ് ഉണ്ട്. ഇപ്പൊ പൊതുവെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഡാഷ് കയ്യിലുള്ളവരും ഈ കമന്റിനകത്ത് ഒന്ന് ഫോട്ടോ ഇട്ടേക്കണേ.